ഈ ഫോട്ടോയിൽ കാണുന്ന തെയ്യത്തിനെ കാണാൻ പോയപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തലശ്ശേരിയിലെ മത്തിക്കാവിലെ ഓട്ടോളം ഭദ്രകാളി എന്ന് പറയുന്ന അപൂർവമായിട്ടുള്ളൊരു തെയ്യമായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 2 ലക്ഷത്തിനടുത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ആ തെയ്യത്തിനെ കാണാൻ പറ്റുമോ എന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഇനി ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ തെയ്യം കാണാൻ പറ്റൂ കേട്ടോ. പക്ഷേങ്കിൽ ഈ വരുന്ന ആഴ്ച ഇതേപോലത്തെ മുഖത്തെഴുത്തുള്ള വേറെ 2 തെയ്യങ്ങൾ കൂടി കെട്ടിയാടുന്നുണ്ട് കേട്ടോ. ഏപ്രിൽ 6 ഞായറാഴ്ച കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിക്ക് സമീപത്തായിട്ട് വരുന്ന കക്കൂത്ത് ഭഗവതി ക്ഷേത്രത്തിലെ കക്കൂത്ത് ഭഗവതിയാണ് ഇതിൽ ഒരു തെയ്യം വരുന്നത് കേട്ടോ. ഈ കക്കൂത്ത് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെയ്യം ഇറങ്ങുന്നത് പകൽ സമയത്താണ് കേട്ടോ. രാവിലെ 9 മണിക്ക് അടുത്തായിട്ടാണ് ഈ തെയ്യം ഇറങ്ങുന്നത് എന്നാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ തെയ്യം നടക്കുന്നത് ഈ കക്കൂത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ചെട്ടിയഞ്ചാൽ മഹേശ്വര ക്ഷേത്രത്തിലാണ് കേട്ടോ. അവിടെയുള്ള കാളരാത്രി എന്ന് പറയുന്ന ഭഗവതിയാണ്. അപ്പോൾ ആ തെയ്യം ഇറങ്ങുന്നത് 7-ാം തീയതി, അതായത് തിങ്കളാഴ്ച പുലർച്ചക്കാണ് കേട്ടോ. ഏകദേശം ഒരു 1 മണി 2 മണി ആ സമയത്താണ് ഉണ്ടാവുക. ചിലപ്പം സമയം കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞായറാഴ്ച വരികയാണെങ്കിൽ കക്കൂത്ത് ഭഗവതി തെയ്യത്തിനെ കണ്ട് വൈകിട്ടൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് അന്ന് അർദ്ധരാത്രിയോടെ നേരെ ഈ ചെട്ടിയഞ്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ഈ തെയ്യത്തിനും കൂടി കാണാം. അങ്ങനെ നിങ്ങൾക്ക് 2 തെയ്യങ്ങളെയും കൂടി ഒരു ദിവസം തന്നെയായിട്ട് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ 2 തെയ്യങ്ങളുടെ മുഖത്തെഴുത്തും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖത്തെഴുത്താണ് കേട്ടോ. കംപ്ലീറ്റ് ബ്ലാക്കിലാണ് മുഖത്തെഴുത്ത് വരുന്നത്. അതിൽ വൈറ്റിനെ കൊണ്ട് ഇങ്ങനെ മാർക്കിങ്സ് ആണ് വരുന്നത് കേട്ടോ. കക്കൂത്ത് ഭഗവതി പകൽ സമയത്താണ് ഉണ്ടാവുക. നല്ല തിരക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ അറിയാമല്ലോ നല്ല ചൂടുള്ള കാലമാണ്. അപ്പം വാട്ടർ ബോട്ടിൽ പിന്നെ മാസ്ക് ഇതൊക്കെ കരുതുന്നത് നന്നായിരിക്കും. പിന്നെ വരുന്നത് രാത്രി, അതായത് പിറ്റേന്ന് തിങ്കളാഴ്ച കാലത്ത് വരുന്ന കാളരാത്രി ഭഗവതി, അത് കാണേണ്ട ഒരു തെയ്യം തന്നെയാണ്. അവിടെയും നല്ല ക്രൗഡ് പ്രതീക്ഷിക്കാം. നല്ല അഗ്രസീവായിട്ട് വരുന്നൊരു തെയ്യം കൂടിയാണ് കേട്ടോ കാളരാത്രി ഭഗവതി. ആ ഒരു എന്താ പറയുക, ഇരുട്ടത്ത് പെട്ടെന്ന് ഭഗവതി ഇങ്ങനെ അഗ്രസീവായിട്ട് വരുന്നതായിരിക്കും. അതൊക്കെ കാണേണ്ട ഒരു കാഴ്ച കൂടിയാണ് കേട്ടോ. എന്തായാലും കണ്ടിരിക്കേണ്ട 2 തെയ്യങ്ങൾ കൂടിയാണ്. നിങ്ങൾക്ക് ഇതുപോലെ തെയ്യങ്ങൾ, വ്യത്യസ്തമായ തെയ്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക.